സാവി ഹെർണാണ്ടസ് ആൻഡ് ആൻഡ്രിയാസ് ഇനിയേസ്റ്റ. സ്പെയിനിന്റെയും ബാഴ്സലോണയുടെയും എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർമാർ. ലോകം കണ്ട പകരക്കാരില്ലാത്ത രണ്ട് മിഡ്ഫീൽഡർമാർ സാവി ഹെർണാണ്ടസ് ആൻഡ് ആൻഡ്രിയാസ് ഇനിയേസ്റ്റ. കറ്റാലൻ ജനതയുടെ ശ്വാസമായിരുന്നു ഇവർ. പെപ് ഗാർഡിയോള ടിക്കിടാക്ക നടപ്പിലാക്കിയപ്പോൾ ഇവരില്ലായിരുന്നുവെങ്കിൽ അത് സാധിക്കില്ലായിരുന്നു. കണ്ണുകെട്ടിയാലും പരസ്പരം പാസുകൾ കൈമാറുന്ന രണ്ടു മിഡ്ഫീൽഡർമാരാണ് സാവിയും ഇനിയേസ്റ്റയും. ഏതൊരു കത്രിക കൂട്ടിനെയും ഭേദിക്കാൻ കെൽപ്പുള്ളവർ. ഇവരോടൊപ്പം ഫുട്ബോൾ രാജാവ്, ഫുട്ബോളിന്റെ ഒരു മിശിഹ ലയണൽ ആൻഡ്രിയാസ് മെസ്സി കൂടി ചേർന്നപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. സാവിയോ ഇനിയേസ്റ്റയോ നൽകുന്ന മനോഹരമായ പാസുകൾ ഡ്രിബിൾ ചെയ്ത് മുന്നേറിക്കൊണ്ട് ഗോളാക്കുന്ന ലയണൽ ആൻഡ്രിയാസ് മെസ്സി. പകരം വെക്കാനില്ലാത്ത മിഡ്ഫീൽഡർമാരാണ് സാവി ഹെർണാണ്ടസും ആൻഡ്രിയാസ് ഇനിയേസ്റ്റയും. യൂറോപ്യൻ ഡിഫൻഡർമാർക്കെല്ലാം ഒരു കാലത്ത് ബാഴ്സലോണയുടെ പാസുകളെ പേടിയായിരുന്നു. കാരണം മധ്യനിരയിൽ നിന്ന് വരുന്ന ആ ലോങ് പാസുകൾ സാവിയുടേതോ ഇനിയേസ്റ്റയുടേതോ ആയിരിക്കും. അത്രക്കും മികച്ച ഒരു മധ്യനിര ആയിരുന്നു അന്ന് ബാഴ്സയ്ക്കുണ്ടായിരുന്നത്. പല പരിശീലകന്മാരും പറഞ്ഞു അന്നത്തെ ബാഴ്സയുടെ മധ്യനിരയാണ് തങ്ങൾക്ക് ഏറ്റവും പേടിയെന്ന്. അന്ന് മെസ്സിയും ഇനിയേസ്റ്റയും സാവിയും ഈ സഖ്യം ബാഴ്സയിൽ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമായിരുന്നില്ല. എതിരാളികൾ എങ്ങനെ ഇവരെ വളനിട്ടാക്രമിച്ചാലും ഇവരുടെ പാസുകളെ തടയുക എന്നത് അസാധ്യമാണ്. അങ്ങനെ സാവി വിരമിക്കുന്നു. സാവി അന്താരാഷ്ട്ര കരിയറിൽ നിന്ന് വിരമിക്കുന്നു. അപ്പോഴൊന്നും ടിക്കിടാക്കയ്ക്ക് വലിയ കോട്ടമൊന്നും സംഭവിച്ചില്ല. കാരണം അവിടെ ഇനിയേസ്റ്റയും മെസ്സിയുമുണ്ട്. പക്ഷേ 2018 അതും സംഭവിക്കുന്നു. ഇനിയേസ്റ്റ വിരമിക്കുന്നു. തന്റെ ക്യാപ്റ്റൻ ബാക്ക് ഉദ്യം കുറിച്ചു. ഇപ്പോൾ മെസ്സിയും ബാഴ്സലോണയിൽ ഇല്ല.